ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 91 ഭക്തിമഹത്വം. ശ്ലോകം 6. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതിസ്ത്വന്മയാന്യാനമാനി ത്വത്സേവായാം ഹി സിദ്ധ്യേന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്ത്വത്തത്വസ്യാവബോധോപി ച ഭുവനപദേ യജ്ഞഭേദം വിനൈവ. അർത്ഥം: ഭുവനപദേ പ്രപഞ്ചനാഥ, ഏതാനി ഈ ഭൂതാനി പഞ്ചഭൂതങ്ങളെയും ഭൂതാത്മകം പഞ്ചഭൂതങ്ങളുടെ ഭേദങ്ങളായ സകലം അപി എല്ലാം പക്ഷിമത്സ്യാൻ പക്ഷികളെയും മത്സ്യങ്ങളെയും മൃഗാദീൻ മൃഗങ്ങളെയും മർത്യാൻ മനുഷ്യരെയും മിത്രാണി മിത്രങ്ങളെയും ശത്രുനപി ശത്രുക്കളെയും ത്വന്മയാനി അവിടുന്ന് തന്നെയെന്നു യമിതമതി മനസ്സറിഞ്ഞടക്കി ധ്യാനിച്ചു ആനമാനി ഞാൻ നമസ്കരിക്കുന്നു ത്വത്സേവായാം അങ്ങയുടെ സേവയിൽ തവ അങ്ങയുടെ കൃപയാ കാരുണ്യത്താൽ ഭക്തിദാർഢ്യം ഭക്തിക്കുറപ്പും വിരാഗ വിരക്തിയും ത്വത്തത്വസ്യ അങ്ങയുടെ യഥാർത്ഥ തത്വത്തിൻ്റെ അവബോധം അപി ജ്ഞാനവും മമ എനിക്ക് യജ്ഞഭേദം വിന വിഷമം കൂടാതെ തന്നെ സിദ്ധ്യേത് ഹി കിട്ടുമല്ലോ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭൂതാന്യേതാനി, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭൂതാത്മകം അപി, ഭൂതാത്മകമപി. ഭൂ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സകലം പക്ഷിമത്സ്യാൻ, പക്ഷി ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മത്സ്യാൻ ത് സ്യ എന്നാണ് ചേർത്ത് ചൊല്ലുമ്പോൾ മത്സ്യാൻ. മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂൻ അപി ചേർത്തിട്ട് ശത്രൂനപി യമിതമതി സ്ത്വന്മയാന്യാനമാനി. യമിതമതി ത്വന്മയാന്യാനമാനി ചേർത്ത് ചൊല്ലുമ്പം യമിതമതി സ്ത്വന്മയാന്യാനമാനി. ത്വത് സേവായാം ഹി സിദ്ധ്യേത്, ധ്യേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മമ തവ കൃപയാ ഭക്തിദാർഢ്യം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഠ്യം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിരാഗ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ത്വത് എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത്. വിരാഗസ്ത്വത്തത്വസ്യാവബോധ അപി ചേർത്ത് ചൊല്ലുമ്പം വിരാഗസ്ത്വത്തത്വസ്യാവബോധോപി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ച ഭുവനപദേ, ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. യജ്ഞഭേദം ന, ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിനൈവ. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതിസ്ത്വന്മയാന്യാനമാനി ത്വത്സേവായാം ഹി സിദ്ധ്യേന്മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗസ്ത്വത്തത്വസ്യാവബോധോപി ച ഭുവനപദേ യജ്ഞഭേദം വിനൈവ. 7ാമത്തെ ശ്ലോകം. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യൈർഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാത്
ചിന്താസാദത്യശാലീ നിമിഷലവമപി ത്വത്പദാദപ്രകമ്പഃ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഖേന്ദോരധികശിശിരിതേനാത്മനാ സഞ്ചരേയം. അർത്ഥം: ത്വന്നിലീനാശയത്വാത് അങ്ങയിൽ ലയിച്ച മനസ്സുള്ളതിനാൽ ഭവസരണി ഭവൈ സംസാരത്തിൽ ഉണ്ടാകുന്നവയായ ക്ഷുത്രിടാദ്യൈ വിശപ്പ്, ദാഹം തുടങ്ങിയവയിൽ ന മുഹ്യൻ മോഹിക്കാത്തവനായി, ചിന്താസാദത്യശാലി അവിടുത്തെ എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നവനായി, നിമിഷലവമപി അല്പക്ഷണം പോലും, ത്വത്പാദാത് അവിടുത്തെ പാദങ്ങളിൽ നിന്ന്, അപ്രകമ്പ ചലിക്കാത്തവനായി, മായികത്വാവബോധാത് മായയാണെന്ന ബോധം കൊണ്ട്, ഇഷ്ടാനിഷ്ടേഷു ഇഷ്ടമുള്ളവയും ഇഷ്ടമില്ലാത്തവയുമായ കാര്യങ്ങളിൽ, തുഷ്ടിവ്യസനവിരഹിത സന്തോഷവും ദുഃഖവും കൂടാതെ, ത്വന്നഖേന്ദോ അവിടുത്തെ നഖചന്ദ്രൻ്റെ, ജ്യോത്സ്നാഭി ചന്ദ്രിക കൊണ്ട്, അധികശിശിരിതേന വളരെ തണുത്തതായ, ആത്മന മനസ്സോടുകൂടി, സഞ്ചരേയം സഞ്ചരിക്കുമാറാകണം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. നോ മുഹ്യൻ ക്ഷുത്രിട് ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ആദ്യൈർ ഭവസരണി ഭവൈസ്ത്വത് ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത് അങ്ങനെ വേണം. എന്നും കൂടി വരും. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നിലീനാശയത്വാത് ചിന്താസാദത്യശാലീ നിമിഷ ലവം അപി ത്വത് പദാത് അപ്രകമ്പ അവിടെ വിസർഗം. ഇഷ്ടാനിഷ്ടേഷു തുഷ്ടി വ്യസന വിരഹിതോ മായികത്വാവബോധാത് ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജ്യോത്സ്നാഭി ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സ്ത്വത് നഖേന്ദോർ ഖേ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അധിക ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ശിശിരിതേനാത്മന സഞ്ചരേയം. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യൈർഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലീ നിമിഷലവമപി ത്വത്പദാദപ്രകമ്പഃ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഖേന്ദോരധികശിശിരിതേനാത്മനാ സഞ്ചരേയം. എട്ടാമത്തെ ശ്ലോകം. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതിസമധിഗതൗ നാധികാരോऽധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാ ദ്വിഡ്സു ഭൂയാദുപേക്ഷാ. അർച്ചായാം വാ സമർച്ചാ കുതുകമുരുതരശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവീ തഥാപി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്തമത്വം. അർത്ഥം: യേഷു ഈ ഭൂതേഷു ചരാചരങ്ങളിൽ ത്വദൈക്യസ്മൃതി സമധിഗതൗ അവിടുത്തോട് അഭിന്നം എന്ന സ്മരണ ഉണ്ടാകുന്ന വിഷയത്തിൽ അധുന ഇപ്പോൾ അധികാര ന ചേത് അധികാരമില്ലെങ്കിൽ ത്വത്പ്രേമ അങ്ങയുടെ പ്രേമം ത്വത്ക മൈത്രി അങ്ങയിൽ സ്നേഹഭാവവും ജഡമതിഷു മൂഢരിൽ കൃപാ കരുണയും ദ്വിഡ്സു ശത്രുക്കളിൽ. അർത്ഥം: യേഷു ഈ ഭൂതേഷു ചരാചരങ്ങളിൽ ത്വദൈക്യസ്മൃതി സമധിഗതൗ അവിടുത്തോട് അഭിന്നം എന്ന സ്മരണ ഉണ്ടാകുന്ന വിഷയത്തിൽ അധുന ഇപ്പോൾ അധികാര ന ചേത് അധികാരമില്ലെങ്കിൽ ത്വത്പ്രേമ അങ്ങയുടെ പ്രേമം ത്വത്ക മൈത്രി അങ്ങയിൽ സ്നേഹഭാവവും ജഡമതിഷു മൂഢരിൽ കൃപാ കരുണയും ദ്വിഡ്സു ശത്രുക്കളിൽ ഉപേക്ഷ ഉപേക്ഷയും ഭൂയാത് ഭവിക്കണം. വാ അല്ലെങ്കിൽ അർച്ചായാം പ്രതിമയിൽ
സമർച്ച കുതുകം പൂജിക്കാനുള്ള കുതുകമെങ്കിലും ഒരുതര ശ്രദ്ധയ വലിയ ശ്രദ്ധയോടുകൂടി മേ എനിക്ക് വർദ്ധതാം വർദ്ധിക്കുമാറാകട്ടെ. തഥാ അപി അങ്ങനെയെങ്കിലും ത്വത്സംസേവി അങ്ങയെ ഭജിക്കുന്നവൻ ധൃതം വേഗം ഭക്തലോകോത്തമത്വം ഭക്തന്മാരിൽ പ്രധാനി എന്ന ഭാവം ഉപലഭതേ നേടുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഭൂതേഷു യേഷു ചേർത്തിട്ട് ഭൂതേഷ്വേഷു ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് ഐക്യസ്മൃതി സമധിഗതൗ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ന അധികാര അധുന ചേർത്തിട്ട് നാധികാരോധുന ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ ധൂ എന്നുള്ളതും ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ചേത്ത് ത്വത് പ്രേമ ത്വത്ക മൈത്രി ജഡ ജഡമതിഷു ഡ എന്നുള്ളത് ട ഠ ഡ മൂന്നാമത്തെ ഡ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കൃപ ദ്വിഡ്സു ഭൂയാത് ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഉപേക്ഷ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. അർച്ചായാം വാ സമർച്ച കുതുകം ഒരുതര ശ്രദ്ധയാ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വർദ്ധതാമേ ധ എന്നുള്ള അക്ഷരം ഇവിടെ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് സംസേവി തഥാപി ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ദ്രുതം ഉപലഭതേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഭക്തലോകോത്തമത്വം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാദ്വിഡ്സു ഭൂയാതുപേക്ഷ. അർച്ചായാം വാ സമർച്ച കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം. 9ാമത്തെ ശ്ലോകം. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ഠകർമാവലിവിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവദദൈ വിഭോ സിദ്ധയോഗി പ്രബുദ്ധ. അർത്ഥം: ഐ വിഭോ ഭുവനപദേ, അല്ലയോ സർവേശ്വരനായ ഭഗവൻ, ത്വത്സ്വരൂപം അങ്ങയുടെ സ്വരൂപത്തെ ആവൃത്യ ആവരണശക്തി കൊണ്ട് മറച്ച് വിക്ഷിപന്തി വിക്ഷേപശക്തിയാൽ ഉണ്ടാകുന്നതും ഭൂയിഷ്ഠകർമാവലി വിവശഗതീൻ ഏറെയുള്ള പൂജാകർമ്മ സമൂഹത്താൽ അവശങ്ങളായ ജീവാൻ ജീവന്മാരെ ദുഃഖജാലേ ദുഃഖസമൂഹത്തിൽ ക്ഷിപന്തി പതിപ്പിച്ച് ദുഃഖിപ്പിക്കുന്ന ത്വന്മായ അങ്ങയുടെ മായ മാം എന്നെ മാ അഭിഭൂത് ആക്രമിക്കരുത് തത് പ്രശാന്തി അതിനെ ശമിപ്പിക്കുന്നതിനായി ത്വത്പാദേ ഭക്തിരേവ അങ്ങയുടെ പാദഭക്തി തന്നെ കൽപ്പതേ ശക്തമായുള്ളൂ എന്നു കരുതപ്പെടുന്നു. ഇതി ഇപ്രകാരം പ്രബുദ്ധ ജ്ഞാനിയായി തീർന്ന സിദ്ധയോഗി അദ്വൈതയോഗി അവതത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ആവൃത്യ ത്വത് സ്വരൂപം ക്ഷിതി ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജല മരുത് ആദ്യാത്മന വിക്ഷിപന്തി ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ജീവാൻ ഭൂയിഷ്ഠ ഭൂ എന്നുള്ള അക്ഷരം ഷ്ഠ എന്നുള്ള അക്ഷരവും നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. കർമാവലി വിവശ ഗതീൻ ദുഃഖജാലേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. ക്ഷിപന്തി
ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വന്മായാമാഭിഭൂത്, ഭീന്നും ഭൂന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മാം ഐ ഭുവനപദേ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കൽപ്പതേ തത് പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിർ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഏവേതി അവതത്, ഏവേത്യവതത് ഐ വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സിദ്ധയോഗി പ്രബുദ്ധ, അവിടെ ലാസ്റ്റിൽ വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ പ്രബുദ്ധ എന്നുള്ളതിൻ്റെ ഥ എന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ഠകർമാവലിവിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവദതൈ വിഭോ സിദ്ധയോഗി പ്രബുദ്ധ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകഥാത് ഉദ്ഭവദ്ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാശേഷരോഗാൻ. അർത്ഥം: പവനപുരപദേ, ഗുരുവായൂരപ്പ, അഹം ഞാൻ, ജന്തുഷു ജീവികളിൽ, ദുഃഖാനി ദുഃഖങ്ങളെ, ആലോക്യ കണ്ടിട്ട്, അലം വേണ്ടത്ര, ഉദിത വിവേക വിവേകമുള്ളവനായി, ആചാര്യവര്യാത് ആചാര്യശ്രേഷ്ഠനിൽ നിന്ന്, തദ്രൂപതത്വം ബ്രഹ്മസ്വരൂപതത്വം, ലബ്ധ്വ നേടിയിട്ട്, ഗുണചരിത കഥാത് ഉദ്ഭവത് ഭക്തിഭൂമ അവിടുത്തെ ഗുണങ്ങളെയും കഥകളെയും പാടിയിട്ടുണ്ടാകുന്ന ഭക്തിപ്രകർഷത്തോടു കൂടിയവനായി, ഏനാം ഈ മായാം മായയെ, തരിത്വ കടന്നിട്ട്, പരമസുഖമയേ പരമാനന്ദരൂപമായ, ത്വത്പദേ അങ്ങയുടെ പാദത്തിൽ, മോദിതാഹേ സന്തോഷിക്കുന്നവനായി തീരട്ടെ, തസ്യ അതിന്, അയം ഇത്, പൂർവരംഗ ആദ്യപടിയാണ്, അശേഷരോഗാൻ എല്ലാ രോഗങ്ങളെയും, നാശയ നശിപ്പിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ദുഃഖാന്യാലോക്യ, ദുഃഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജന്തുഷു അലം ചേർത്തു ചൊല്ലുമ്പോൾ ജന്തുഷ്വലം, ഉദിത വിവേക അഹം വിവേകോഹം, ആചാര്യവര്യാത് ലബ്ധ്വ ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് രൂപ തത്വം ഗുണചരിത കഥാത്, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഉദ്ഭവത്, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭക്തി ഭൂമ, ഭക്തി ഭൂമ, ഭാന്നും ഭൂന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മായാം ഏനാം തരിത്വ പരമസുഖമയേ, സുഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ അവിടെ വിസർഗം, പവനപുരപദേ നാശയാശേഷ രോഗാൻ, നാശയ അശേഷ രോഗാൻ ചേർത്തിട്ടാണ് നാശയാശേഷ രോഗാൻ. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചാര്യവര്യാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാത് ഉദ്ഭവത് ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ
പവനപുരപതേ നാശയാശേഷരോഗാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.